ഒരു പൊതുപരിപാടിയിലായിരുന്നു കരുണാനിധിയുടെ പ്രഖ്യാപനം. തന്റെ ജീവിതത്തിൽ ഉടനീളം അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പോരാടിയതായും തനിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് സ്റ്റാലിൻ എന്നായിരിക്കും ഉത്തരം എന്നുമായിരുന്നു കരുണാനിധിയുടെ പ്രഖ്യാപനം. ഇന്ത്യയിൽ പുതിയ മരുന്ന് പരീക്ഷണങ്ങൾക്ക് സുപ്രീം കോടതി കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കർശന മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പരീക്ഷണങ്ങൾ നടത്താവൂ എന്നാണ് നിർദ്ദേശം. നിയന്ത്രണ മാനദണ്ഡങ്ങൾ വിജ്ഞാപനം ചെയ്യാത്തതിന് കേന്ദ്ര സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. തിരുവനന്തപുരം വട്ടപ്പാറയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആര്യയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വീരണകാവ് സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ രാജേഷ് കുമാറിന് വധശിക്ഷ വിധിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച് പ്രതിക്ക് കർശന ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ബി സുധീന്ദ്രകുമാർ വിധി പ്രസ്താവിച്ചത്. ഹീനമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് കോടതി രാവിലെ തന്നെ നിരീക്ഷിച്ചിരുന്നു. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. കൊലപാതകം, ബലാത്സംഗം, വഞ്ചന, കവർച്ച, ഭവനഭേദനം തുടങ്ങി രാജേഷിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ സംശയലേശമെന്നേ തെളിഞ്ഞതായി കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ച ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് സമാനമായ കുറ്റകൃത്യത്തിൽ ഒരു പ്രതിക്ക് വധശിക്ഷ വിധിക്കുന്നത്. അഞ്ചേരി ബേബി വധക്കേസിൽ അറസ്റ്റിലായ CPM ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി MM മണിക്ക് ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. മണിക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതിയുടെ നടപടി. മണി ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. 25,000 രൂപയുടെ സ്വന്തം ജാമ്യത്തിലും തത്തുല്യമായ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലുമാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. വിവാദമായ മണക്കാട് പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ 21-നാണ് MM മണി അറസ്റ്റിലാവുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ ഫെബ്രുവരി 11-ന് ആരംഭിക്കും. ഏപ്രിൽ 17 വരെയായിരിക്കും വിചാരണ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടക്കുക. 2012 മെയ് 4-ന് രാത്രിയാണ് വടകരയ്ക്ക് സമീപം വെച്ച് അക്രമി സംഘം ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കടലിലെ വെടിവയ്പ് കേസിൽ പ്രതികളായ ഇറ്റാലിയൻ നാവികർ നാളെ കൊച്ചിയിൽ തിരിച്ചെത്തും. ഇറ്റലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ഇന്ന് യാത്ര തിരിക്കുന്ന നാവികർ നാളെ രാവിലെ 9 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെ ഹാജരാകുന്ന ഇവർ പിന്നീട് കൊല്ലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി പാസ്പോർട്ട് കെട്ടിവെക്കും. കുടുംബത്തോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കാൻ അനുവദിക്കണമെന്ന നാവികരുടെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യ വ്യവസ്ഥ ഇളവ് ചെയ്ത് ഇറ്റലി സന്ദർശിക്കാൻ അനുമതി നൽകിയത്. പാകിസ്ഥാനെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 251 റൺസിന്റെ വിജയലക്ഷ്യം. 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ ഇഷാന്ത് ശർമ്മയും രവീന്ദ്ര ജഡേജയുമാണ് കൂറ്റൻ സ്കോർ നേടുന്നതിൽ നിന്ന് പാകിസ്ഥാനെ തടഞ്ഞത്. നസീർ ജംഷദിന്റെ സെഞ്ചുറിയുടെയും മുഹമ്മദ് ഹഫീസിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും ബലത്തിലാണ് പാകിസ്ഥാൻ സ്കോർ 250 റൺസിൽ എത്തിച്ചത്. 251 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 5 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 27 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. കൂടുതൽ വാർത്തകൾ 4 മണിക്ക്. സ്റ്റേ വിത്ത് us. 96.7 FM News. New places, new adventures, new tastes, new friends. Make 2013 a year to remember. ദുബൈയിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. Book your Emirates special fare by January 10th for travel between January 18th to June 10th, 2013. Visit emirates.com. Fly Emirates. Hello tomorrow. Weather update on Hits 96.7 FM. Right now the temperature in Dubai is 23 degrees Celsius and the relative humidity stands at 57%. Weather update on Hits 96.7 FM. കുളിക്കാൻ കുളം പോകാം നമ്മൾ ആലോലമൂട്ടമായി ഒരു കൂടെ പൂങ്കാറ്റിലി മണിത്താഴ്വര ഇലച്ചാട്ടിനാലാടും നേരം നീർച്ചാട്ടമ മലർമെത്തയിൽ വീഴാം താഴെ മഞ്ഞടി പുല്ലുകൾ നീളൻ താരങ്ങളായി മിന്നി നിറക്കെ സ്നേഹോഷ്മളം സ്വാഗതമരുളുന്നു. കൈ നീട്ടിയാൽ കുമ്പിളി നിറയെ തേനൂരിടും മുന്തിരി കനിയും ഗ്രാമാന്തരം മാടി വിളിപ്പോ നമ്മോടല്ലോ.